ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവിടെ വലിയ പുകിലുകൾ, വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു, വലിയ രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വോട്ട് ചോരി എന്ന് പറയുന്ന യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി ആ യാത്ര നടത്തിയത് യാതൊരു കാര്യവുമില്ലാത്ത രീതിയിൽ അവിടെ ടിക്കറ്റ് ചോരി എന്ന പേരിൽ ഒരു ആഭ്യന്തര കലാപം കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ക്ലച്ച് പിടിക്കുമോ കോൺഗ്രസ്? അതായത് കഴിഞ്ഞ ദിവസമാണ് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തേക്ക് ഒരു വിശ്വാസ സംരക്ഷണ യാത്ര VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിച്ചുകൊണ്ട് പന്തളത്തെത്തിയ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ അദ്ദേഹം ചോദിച്ചത്, ശബരിമലയിലെ ഈ കൊള്ള മുതൽ സ്വർണം ഏതു കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് ഗവൺമെൻറ് വിശദീകരിക്കണം. ഇതിവിടെ പറയുന്ന അതേ അവസരത്തിൽ തന്നെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം അടങ്ങുന്ന ഒരു സംഘം അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് അവിടെ ക്രിമിനലായിട്ടും പാർട്ടി വിട്ടവരുമായിട്ടുള്ള ആൾക്കാരെ കോൺഗ്രസ്സുകാരെ സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി വാങ്ങിയ കോടികൾ, അവിടെ ആഭരണങ്ങളല്ല, കറൻസിയാണ്, ക്യാഷ്, ഏത് കോടീശ്വരനായ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. വലിയ പ്രശ്നമാണത്, നിസ്സാര പ്രശ്നമല്ല. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾ മുമ്പ് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു പ്രകടനം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലൂടെ ആനയിച്ചുകൊണ്ട് വന്നിരുന്നു രാഹുൽ ഗാന്ധി. അവിടെ അതൊരു വലിയ ദിഗ്വിജയമായിട്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം വിലയിരുത്തുകയും ഒരു ജൈത്രയാത്ര പോലെ കൊണ്ടാടുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മുങ്ങി മലേഷ്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ സഖിമാരുമൊത്ത് സുഖവാസ കേന്ദ്രത്തിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്, അത് മോദിക്കെതിരെയായിരിക്കും, തകർക്കും. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഫ്യൂഷൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്, അത് ഇലക്ഷൻ കമ്മീഷൻ അതോടുകൂടി തീരും. ഈ ഇലക്ഷൻ കമ്മീഷണർക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അഗ്നിശുദ്ധിയോടുകൂടി കൂടുതൽ ശുദ്ധനായിട്ട് അദ്ദേഹം പുറത്തു വന്നു. വളരെ മനോരമ പത്രവും മറ്റും ഇസാർ എന്നും പറഞ്ഞ് വിശേഷിപ്പിച്ച, വ്യംഗ്യമായി കളിയാക്കിയ ആ വോട്ടർ പട്ടിക, പുതുക്കിയ വോട്ടർ പട്ടിക, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിഫോം വന്ന ആ വോട്ടർ പട്ടിക വളരെ ശുദ്ധമായൊരു പത്രികയാണെന്ന് കോടതി പറയുകയും ചെയ്തു. ഒരു പരാതിയും ആർക്കും അതിലില്ലാത്ത വിധം ശുദ്ധമായൊരു പട്ടിക വരികയും ചെയ്തു. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നുകൂടി ശക്തമായി, കോൺഗ്രസ് പക്ഷേ ഒന്നുകൂടി ദുർബലമായി. പാറ്റ്ന വിമാനത്താവളത്തിൽ ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച കോൺഗ്രസ് നേതാക്കളെ വിമാനത്താവളത്തിനുള്ളിൽ കയറി കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്തു. ജീവനും കൊണ്ട് വെറും അടിയല്ലിത്, ജീവനും കൊണ്ട് പലായനം ചെയ്യുമായിരുന്നു സ്വന്തം കാറുകളിൽ ഈ കോൺഗ്രസ് നേതാക്കൾ. ജീവനാണ്, അവിടെ വെറും അടിയല്ല. നമ്മുടെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മീറ്റിങ്ങിലൊക്കെ ഉന്തും തള്ളും കശപിച്ച അതല്ല, കൊന്നേനെ അവർ ജീവൻ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുക, അത്രമാത്രം പ്രതിഷേധമാണ്. ഇപ്പോൾ ഇവിടെ ഉയരുന്ന മുദ്രാവാക്യം ടിക്കറ്റ് ചോർ, പാർട്ടി ചോർ. ടിക്കറ്റ് അർഹരായവർക്ക് കൊടുക്കാതെ കോടികൾ വാങ്ങി കൊടുത്ത ആൾക്കാർ പാർട്ടി വിടണമെന്നുള്ളതാണ് ആവശ്യം. ഇന്നാരെന്ന് പറയുന്നില്ല അവർ. അത് രാഹുൽ ഗാന്ധി ആണോന്നും നമുക്കറിയില്ല, ആയിരിക്കാം ഒരു പക്ഷേ. അത്ര ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജേഷ് റാം എന്നാണ് അവിടുത്തെ KPCC അല്ലല്ലോ, ഇവിടെ BPCC പ്രസിഡൻറ്റിൻ്റെ പേര്. നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള ഷക്കീൽ അഹമ്മദ് ഖാൻ ന്യൂനപക്ഷത്തിൻ്റെ വലിയ പിന്തുണയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ന്യൂനപക്ഷത്തിൽ തന്നെ പെട്ട കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ ശക്തമായിട്ട് ഇതിന് പിന്നിലുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ചുമതലയുള്ള കൃഷ്ണ അല്ലാവാരു, അദ്ദേഹത്തിനും കൂടാണ് വിമാനത്താവളത്തിൽ വെച്ച് അടികൊണ്ടത്. ജീവനും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു, പലായനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതികൾ വന്നിട്ടുള്ളത്. ഈ 3 പേരും കൂടി ചേർന്നാണ് ഇത് നടത്തിയത്. ഇത് ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശിസുകളുണ്ട്, രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശികളുണ്ട്. അവസാനമായിട്ട് അംഗീകരിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെ അല്ല. അദ്ദേഹം അംഗീകരിച്ചാലേ അവർക്ക് ചുവരെഴുതാൻ പോലും കഴിയുള്ളൂ. അതാണ് സ്ഥിതി. അപ്പോൾ അവർക്കെതിരെ എല്ലാമുള്ള വ്യംഗ്യമായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്, വളരെ ശക്തവുമാണ്.
ശക്തമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇതുപോലൊരു കലഹം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം ശക്തമായി. കേരളത്തിലും ഉണ്ടല്ലോ, അതൊന്നുമല്ല അത് ബീഹാറിലെ കലഹം വെച്ച് നോക്കുമ്പോൾ. അതാണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് സമയം പ്രഖ്യാപിച്ചു, ഇവിടെ ഇപ്പോൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു അടികലശലുണ്ടായാൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ അവിടുത്തെ സ്ഥിതി നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ തന്നെ ടൈംസ് നൗവിൻ്റെ സർവേ പ്രകാരം, ടൈംസ് ഓഫ് ഇന്ത്യയുടെ സർവേ പ്രകാരം NDA മുന്നണി 243 സീറ്റുകളല്ലേ ഉള്ളൂ. ആ 243 സീറ്റുകളിലും NDA സഖ്യം ഓരോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ മുന്നണി പലയിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിടത്ത് തന്നെ മുന്നണിയിലെ ഓരോ കക്ഷിയും ഓരോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുക. 2-3 സ്ഥാനാർത്ഥികളാണ് ഓരോ മണ്ഡലത്തിൽ മുന്നണിയിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ആയിട്ടില്ല. അവിടെ കലഹം നടക്കുന്നതേ ഉള്ളൂ, ഹോംവർക്ക് നടന്നിട്ടില്ല. അത് വല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അവിടെ. അതിൻ്റെ കൂടെ അതിലെ ഒരു കക്ഷിയായിട്ടുള്ള JM, ജാർഖണ്ഡ് മുക്തി മോർച്ച, വലിയ വേരോട്ടമൊന്നും ഇല്ലെങ്കിലും അവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, CPIM അല്ല, ഇത് മാവോവാദികൾ, അവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സഖ്യമില്ല, അസഖ്യമാണുള്ളത്, അതിൻ്റെ അസ്വസ്ഥതയുമാണുള്ളത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമോ? നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ദേ ഷുഡ് ഫാൾ ഇൻ ലൈൻ. ഒറ്റക്കെട്ടായിട്ട് പോയെങ്കിലേ യുദ്ധം ജയിക്കാൻ പറ്റൂ. ഇവിടെ കെട്ടുമില്ല, ഉറപ്പുമില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണിപ്പോൾ കോൺഗ്രസ് ആഭ്യന്തര കലാപം ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നാൽ അവിടെ ഇന്ത്യ മുന്നണിയിൽ മൊത്തത്തിലുള്ള സ്ഥിതി മോശം, അതിനേക്കാളും മോശമാണ്. 6 ഇടത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ 1-ലേറെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ തന്നെ 6 ഇടത്ത് മത്സരം തുടങ്ങിക്കഴിഞ്ഞവർ തമ്മിലുള്ളത്, പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള മത്സരം. JM ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതേ സമയം 243 സീറ്റുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ വീതം പ്രഖ്യാപിക്കാൻ അവിടെയും പിണക്കമൊക്കെ ഉണ്ടായിരുന്നു, ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയൊക്കെ ആയിട്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ട് 240 സീറ്റ് ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള ഫോർമുല. ഈ ഇന്ത്യ സഖ്യത്തിനൊക്കെ പിള്ളലാണല്ലോ. ഇന്ത്യ സഖ്യത്തിൽ മൊത്തത്തിൽ സഖ്യം, അതിൻ്റെ അതാ ഞാൻ പറഞ്ഞത്, സഖ്യം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, അസഖ്യമാണുള്ളത്. JM അതുകൊണ്ടാണ് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPIM സ്വന്തമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനിടയ്ക്കാണ് പറയുന്നത് ലാലു പ്രസാദ് യാദവ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ജയിക്കുമെന്ന്. എങ്ങനെ ജയിക്കാൻ പോകാനാണ്? 4 പാട് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പറയുന്നതിൽ ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല, സർവേകളെല്ലാം നേരത്തെ തന്നെ NDA മുന്നണിക്കാണ് മേൽക്കൈ പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സർവേയും, അതായത് ഈ വോട്ട് ചോരി യാത്രയ്ക്ക് ശേഷമുള്ള സർവേയിലും അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ഇനിയിപ്പോൾ സർവേ നടത്തിയാൽ സ്ഥിതി കൂടുതൽ 75 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞു. അത് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതകളെ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ മറുവശത്ത് അവരുടെ വോട്ട് ഈ 135 മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയോ? അമിത്ഷാ, രാഷ്ട്രീയ ചാണക്യന്, കഴിഞ്ഞ 3 ദിവസമായിട്ട് അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ തമ്പടിച്ചിരിക്കുക. അതുകൂടാതെ NDA മുന്നണിയിൽപ്പെട്ടതും BJPയിൽപ്പെട്ടതുമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ മുഴുവൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം വേറെ സംസ്ഥാനത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലല്ലോ. അതുകൊണ്ട് അവരും കൂടെ വന്ന് NDAയെ വിലയിരുത്തിക്കൊണ്ട് ഒരു പട്ടാള ചിട്ടയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് യുദ്ധം അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ലാത്ത വിധം ഈ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, അവിടെ NDA മുന്നണിയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിരുന്നു. നിതീഷ് കുമാർ മിക്കവാറും മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ BJPയുടെ ഒരു ഉപമുഖ്യമന്ത്രി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട്, പ്രൊഫഷണലായിട്ട്, വളരെ അധികം ഏക മനസ്സോടുകൂടി തന്നെ അവർ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ ഐക്യം ഉണ്ടാക്കാൻ. അത് അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയും അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു NDA മുന്നണി എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ നിന്ന് നമുക്ക് വായിച്ച് എടുക്കാൻ കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.